ഇതാണ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഫെൻഡർ. നമ്മളിപ്പോൾ പ്രൊജക്ട് കാർ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. കണ്ടാറി അത്യാവശ്യം ഡാമേജ് ഉണ്ട്, അത് നമുക്ക് റിപ്പയറബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ഫുള്ളി റീപ്ലേസ് ആണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ചൂസ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്, ഒന്ന് ടൊയോട്ട അല്ലെങ്കിൽ ഹോണ്ട. ഇപ്പം കുറച്ചൊക്കെ ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ആയിട്ട് മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏജ് നമുക്ക് തോന്നിക്കും. ഒരു പെർഫെക്റ്റ് വിൻറ്റർ ബീറ്റർ എന്ന് നമുക്ക് പറയാം ഇതിനെ. അപ്പോൾ നമ്മൾ പാർട്ട് 3 എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം പ്രൊജക്ട് കാർ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കാണിച്ച പോലെ തന്നെ ഫെൻഡറും ഹെഡ്ലൈറ്റും എല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫെൻഡറും റീപ്ലേസ് ചെയ്തു, ഹെഡ്ലൈറ്റും റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഷേപ്പിലായിട്ടുണ്ട് വണ്ടി. പിന്നെ വണ്ടിക്ക് വേറെ ഇഷ്യൂ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഡോർ ലോക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എക്സോസ്റ്റും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റിന് ലീക്ക് ഉണ്ടായിരുന്നു ബാക്ക് മഫ്ലറിൻ്റെ ഫ്രണ്ടിലായിട്ട്, അപ്പം അതും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്തു. അപ്പം നേരത്തെ കണ്ടതിനേക്കാളും എല്ലാം പെർഫെക്റ്റ് ഷേപ്പിലോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കുറച്ചൊക്കെ ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. ഷിഫ്റ്റിംഗ് സ്മൂത്താണ്, അതുപോലെ തന്നെ ഗ്യാസ് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് വിൻറ്റർ ബീറ്റർ എന്ന് നമുക്ക് പറയാം ഇതിനെ. റൈഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഈവൻ സസ്പെൻഷൻ ആണെങ്കിലും നല്ലതാണ്. നമുക്ക് റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ അങ്ങനെ വേറെ സൗണ്ടുകളോ ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ബുഷിങ്ങും സസ്പെൻഷനും ഒക്കെ ഓൾമോസ്റ്റ് ഗുഡാണ് ഈ ഏജിൻ്റെ വെച്ചിട്ട്. പിന്നെ നമ്മൾ ട്രങ്കും എല്ലാം ക്ലീൻ ചെയ്തു. ട്രങ്കിലൊക്കെ ഭയങ്കര മണ്ണും പൊടിയും റസ്റ്റും ഒക്കെ ആയിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡും ബഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഏജ് തോന്നിക്കുന്ന രീതിയിലായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ എൻജിൻ ബേ ആണെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോയിലും പ്ലഗും എല്ലാം നോക്കി, എല്ലാം ഓക്കെ കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഓയിലും അത്യാവശ്യം ഗുഡ് കണ്ടീഷനാണ്. പക്ഷേ നമുക്ക് ഓയിലൊന്ന് മാറേണ്ടി വരും അടുത്ത് തന്നെ. മഫ്ലർ നമ്മൾ വണ്ടി മേടിച്ച് ഇപ്പം മഫ്ലർ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം മഫ്ലർ നമ്മൾ കനേഡിയൻ ഡയറിയിൽ നിന്ന് ഒരു ക്ലാമ്പ് മേടിച്ച് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം ക്വയറ്റാണ്. കാനഡയിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ എന്നോട് ഇടയ്ക്ക് ഡൗട്ട് ചോദിക്കാറുണ്ട്, ഏത് വണ്ടി എടുക്കണം നമുക്ക്, ഫസ്റ്റ് കാറോ അല്ലെങ്കിൽ ബീച്ചർ കാറോ ഒക്കെ ആയിട്ട് ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചൂസ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്, ഒന്ന് ടൊയോട്ട അല്ലെങ്കിൽ ഹോണ്ട. ഹോണ്ടയിൽ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അകത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് സിവിക്ക്. ഒരു എക്കോണമി കാറായിട്ട് പറയാൻ പറ്റുന്നൊരു കാറാണ് സിവിക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല റിലയബിളാണ്. വണ്ടി ഹൈ മൈലേജ് ഓടും. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്യാസ് മൈലേജ് ഉണ്ട്. ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്യാസ് മൈലേജ് കിട്ടും. പിന്നെ പാർട്സുകൾ അത്യാവശ്യം ചീപ്പറാണ്.
ഇതാണ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഫെൻഡർ. വണ്ടി എവിടെയോ തട്ടിയതായിരുന്നു എന്ന് തോന്നുന്നു. അതെ, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടറിയാം അത്യാവശ്യം ഡാമേജ് ഉണ്ട്. അത് നമുക്ക് റിപ്പയറബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ഫുള്ളി റീപ്ലേസ് ആണ് ചെയ്തിരിക്കുന്നത്. അതെ, അകംഭാഗം കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. നല്ല നമുക്കിത് അലുമിനിയം പീസ് ആയതുകൊണ്ട് നമുക്കത് ഒരിക്കലും ബോഡി വർക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് അപ്പം റീപ്ലേസ്മെൻ്റ് ആണ് ആകെയുള്ള ഒരു ഓപ്ഷൻ. അതെ, ഏറ്റവും ചീപ്പറും നമുക്ക് കളർ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫെൻഡർ കിട്ടിയുള്ളതുകൊണ്ട് നമുക്ക് അധികം പൈസ ചിലവില്ലാണ്ട് ഫെൻഡർ മാറ്റി വെക്കാം. അതെ, ഈസി ഫിക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ എടുത്തു, ജസ്റ്റ് ബഫ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് പഴയ ഒരു ആ ഏജിനൊപ്പം തന്നെ കിട്ടുകയും ചെയ്തു. അതെ, നമ്മൾ വേറെ ഒരു ഹെഡ്ലൈറ്റായിട്ട് മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏജ് നമുക്ക് തോന്നിക്കും. അപ്പോൾ നമ്മൾ 2 ഹെഡ്ലൈറ്റും ബഫ് ചെയ്ത് കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് ഒരു സിമിലർ ഏജ് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ആകാൻ പറ്റിയിരുന്നു. ഞങ്ങളുടെ ഇതുപോലുള്ള DIY കാർ കണ്ടൻറ്റും കാനഡയിലെ കാർ കൾച്ചറിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ, ഫോളോ ദ ചാനൽ. താങ്ക്സ്.